ഹലോ ഗീസ്. അപ്പോൾ സലാർ ഇറങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം, അതായത് ഡിസംബർ 22-ാം തീയതി അത്രയ്ക്ക് ഹൈപ്പോടെ എക്സ്പെക്ടേഷനോട് തിയേറ്ററിൽ പോയി കണ്ട പടമാണ് സലാർ. കാരണം അതിൻ്റെ ട്രെയിലറും ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടായിരുന്നു. അത്രയ്ക്ക് ഹൈപ്പ് വെച്ചിട്ടാണ് KGF 2-നെക്കാട്ടിലും 1-നെക്കാട്ടിലും ഒക്കെ മോളിൽ പോകുമെന്ന് വിചാരിച്ചൊരു പടമായിരുന്നു സലാർ. പക്ഷേ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞതിന് ശേഷമുള്ളൊരു അവസ്ഥ ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്ന് വൈകിട്ട് 6 മണിയുടെ ഷോയ്ക്ക് തിയേറ്ററിൽ പോയി കയറിയപ്പോൾ തന്നെ പടം തുടങ്ങി അവരുടെ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻസ് ഒക്കെ കാണിച്ച് ആ ഒരു റെസ്ലിംഗ് സീക്വൻസ് ഒക്കെ കാണിച്ച് ഇങ്ങനെ തുടങ്ങുന്നു. ആ ഒരു ടൈറ്റിലൊക്കെ വരുന്നു, മറ്റേ സൂര്യാങ്കം എന്നുള്ള പാട്ടൊക്കെ വരുന്നു. അതുവരെ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് പോയി. പക്ഷെ പിന്നീട് മറ്റേ ശ്രുതി ഹാസന്റെ ക്യാരക്ടറൊക്കെ ഇൻട്രൊഡ്യൂസ്, പിന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ച് പോകുന്നു. പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ മറ്റേ ഒരു കോൾ മൈനിലുള്ള ഫൈറ്റൊക്കെ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്റർവൽ ഫൈറ്റും ആ ഒരു സീക്വൻസ് ഒക്കെ വരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിലോട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫിൽ എന്താ പറയുക, പണ്ട് എന്താ നടന്ന കഥയെ കാണിക്കുന്നു. ആ ഒരു കാട്ടാരമ്മ ഫൈറ്റ്, ആ ഒരു അമ്പലം പോലുള്ള സ്ഥലത്തൊക്കെ വെച്ച ഒരു നടക്കുന്ന ഫൈറ്റ്, അങ്ങനെ കുറേ സംഭവം ഞാൻ കണ്ട് ശരിക്കും പറഞ്ഞാൽ 2.5 മണിക്കൂറുണ്ട് പടം. ഇങ്ങനെ ക്ലൈമാക്സ് ഒക്കെ ആയി പുള്ളി സെക്കൻഡ് പാർട്ടിലൊക്കെ ലീഡൊക്കെ കൊടുത്ത് പടം തീരുന്നു. പക്ഷേ കാണാൻ കയറിപ്പോയൊരവസ്ഥയല്ല തിരിച്ചിറങ്ങി വന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പടം തിയേറ്ററിൽ നിന്ന് ഫസ്റ്റ് അന്ന് കണ്ട ടൈമിൽ ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഒരു ഫീലും ഇല്ലാതെ ഒരു രീതിയിൽ ഇഷ്ടപ്പെടാതെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നത്. കാരണം സാധാരണ ഹൈപ്പ് തന്നെയായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫൊക്കെ അത്രയും പെട്ടെന്ന് തീർന്നെങ്കിൽ പോലും ആ ഒരു 2 ഫൈറ്റൊക്കെ കാണിച്ചപ്പോഴും ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും ഫീൽ ചെയ്തില്ല. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴും ആ ഒരു ഫൈറ്റ് സീൻസിലും ഒന്നിലും ഒരു വലിയൊരു ഫീൽ കിട്ടില്ല തിയേറ്ററിൽ അന്ന് കണ്ട ടൈമിൽ. അപ്പോൾ സലാറിൻ്റെ പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ കഥ തന്നെയാണ്. അപ്പോൾ കഥ എന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ലൊരു കഥയാണ്. കാരണം ഞാൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞല്ല, ശരിക്കും പറഞ്ഞാൽ KGF-നെക്കാട്ടിലും അത്രത്തോളം വലിയൊരു സ്റ്റോറിയാണ് സലാറിനുള്ളത്. കാരണം KGF എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡ് മൈൻ, അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അവിടെയൊക്കെ റോക്കി എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു. അവൻ റോക്കി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. അപ്പം അത്രയൊക്കെ ഉള്ളൂ KGF എന്ന് പറയുമ്പോൾ. പക്ഷെ സലാർ എന്ന് പറയുമ്പോൾ ആ ഒരു കാൻസാർന്ന സ്ഥലമൊക്കെ വെച്ചിട്ട് ഇന്ത്യ തന്നെ അത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വലിയൊരു സ്ഥലം. അതിനകത്ത് ആ ഒരു കാൻസാറിനകത്തുള്ള കുറേ ക്ലാനുകൾ, അപ്പം അതിനെയൊക്കെ പറ്റിയൊക്കെ ബേസ് ചെയ്ത് അത്രത്തോളം വലിയൊരു കഥയാണ്, അത്രത്തോളം വലിയൊരു കണ്ടന്റ് ആ ഒരു പടത്തിനകത്തുണ്ട്. ആ ഒരു കണ്ടന്റ് വളരെ ചെറിയൊരു ടൈമിൽ പറഞ്ഞു തീർക്കാൻ നോക്കിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സലാറിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. അതേപോലെ തന്നെ ഫസ്റ്റ് ഹാഫിൻ്റെ സെക്കൻഡ് ഹാഫിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു 1 മണിക്കൂറും 11 മിനിറ്റോളം ഫസ്റ്റ് ഹാഫിൻ്റെ ലെങ്ത് ഉള്ളൂ. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 1.25 മണിക്കൂറോളം സെക്കൻഡ് ഹാഫിൻ്റെ ലെങ്ത് പോകുന്നുണ്ട്. അത് തന്നെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. പിന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിനോട്ട് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുന്നുണ്ടെങ്കിലും പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. ആ ഒരു കാര്യങ്ങൾ ഫസ്റ്റ് ഹാഫിൽ കാണിച്ച മിക്ക സാധനങ്ങളും വേണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് കളയാൻ തോന്നിയ കുറേ സാധനങ്ങളുണ്ട്. ആ ഒരു ടിൻസുകിയിൽ വെച്ച് കാണിച്ച ഒരു സ്കൂളും അവിടെ വെച്ച് കാണിച്ച കുറേ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് എടുക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ അവരുടെ കുട്ടിക്കാലമൊക്കെ കാണിച്ച് സലാഡ് തുടങ്ങി, പിന്നെ ഒരു ടിൻസുകിയിലൊക്കെ വന്ന് ശ്രുതി ഹാസനും പ്രഭാസിൻ്റെ ഒക്കെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് ഒരു ഫസ്റ്റ് ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ആ ഒരു കോൾ മെയിനിൽ വെച്ചുള്ള ഫൈറ്റ് പറഞ്ഞായിരുന്നു. അതിനുശേഷം പിന്നെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് ആ ഒരു ഇൻട്രവൽ പോർഷനിൽ കാണിച്ച ആ ഒരു ഫൈറ്റും കാര്യം വെക്കാം. പക്ഷെ അവിടെ ഇൻട്രവൽ ഇടല്ലേ. അതിനുശേഷം പിന്നീട് കഥ മുമ്പോട്ട് പോയി ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാട്ടാരമ്മ ഫൈറ്റ് ഉണ്ടല്ലോ, അവിടെ ആ ഒരു പോർഷനിൽ കൊണ്ട് ഇൻട്രവലൊക്കെ വെക്കണമായിരുന്നു. അതൊരു ഫസ്റ്റ് ഹാഫായിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള സെക്കൻഡ് ഹാഫിലും കാണിക്കണമായിരുന്നു. വേണമെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജും പ്രഭാസും കൂടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം ഉണ്ടായത്, അവർ തമ്മിൽ പിരിയാനുള്ള കാരണമൊക്കെ കുറച്ചുകൂടെ കാണിച്ചു വേണമെങ്കിൽ പോയിരുന്നു. പക്ഷെ അതൊക്കെ കുറേ ലെങ്ത് കൂടി പോകും. അതിന് പകരം ഇത്രയും ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ തന്നെ മതി. പക്ഷേ ആ ഒരു ഇൻട്രവൽ പോർഷൻ മാറ്റി ചേഞ്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫസ്റ്റ് ഹാഫിലുള്ള കുറേ സാധനങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു സലാർ കുറച്ചുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സലാർ എനിക്കിപ്പോൾ ശരിക്കും ഇഷ്ടപ്പെട്ടൊരു പടമാണ്. കാരണം ഇപ്പോൾ 1 വർഷത്തിന് ശേഷം ഞാൻ കുറേ തവണ ആ ഒരു പടം വീണ്ടും ഇരുന്ന് കണ്ടു. പക്ഷേ തിയേറ്ററിൽ കിട്ടാത്തൊരു ഇമ്പാക്റ്റ് വീണ്ടും ആ ഒരു പടം എടുത്ത് കാണുന്ന ടൈമിൽ എനിക്ക് കിട്ടിയത്. ഇപ്പം ഫസ്റ്റ് ഫൈറ്റിൻ്റെ കാര്യത്തിലാണ് ആ ഒരു കോൾമൈനിലുള്ള ഫൈറ്റ് ആണെങ്കിലും, പിന്നീട് എന്താ പറയുക ആ ഇൻട്രവൽ പോർഷൻ ഫൈറ്റ് ആണെങ്കിലും, അതിനുശേഷം ആ ഒരു കാട്ടാരമ്മ ഫൈറ്റും ക്ലൈമാക്സ് ഒക്കെ എനിക്ക് വീണ്ടും ഇത് കാണുമ്പോൾ എനിക്ക് ആ സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീണ്ടും സലാർ ഞാൻ കുറേ ടൈം കണ്ടതിന് ശേഷം. കാരണം ഇപ്പം എനിക്ക് അതിനകത്ത് ആ ഒരു കാട്ടാരമ്മ ഫൈറ്റൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇഷ്ടമാണ്. കാരണം അതിനകത്ത് ആ ഒരു മറ്റേ വാളൊക്കെ വെച്ചിട്ട് പ്രഭാസ് നിൽക്കുന്നു, കുറേ വാളൊക്കെ ഇടുന്നു. അതിനുശേഷം മറ്റേ ഹേയ് സലോർ ഒരു ബീജിയം ഒക്കെ എടുത്തില്ലേ, ആ എന്തോട് എനിക്ക് ആ ഫൈറ്റും ഇടയ്ക്കിടയ്ക്ക് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. അതുപോലെ തന്നെ സലാറിനധികം കാണുന്ന കുറേ സാധനമുണ്ട്. ഇപ്പം പ്രഭാസ് ഇൻട്രോയും അവരുടെ ഒരു ഫസ്റ്റ് തന്നെ കാണിക്കുന്ന ഒരു കുട്ടിക്കാലവും ആ ഒരു സൂര്യാങ്കം പാട്ടും, പിന്നീട് എന്താ ഇൻട്രോൾ സീക്വൻസ് എനിക്കിപ്പോൾ ഇഷ്ടമാണ്. കാരണം എന്താ പറയുക, ആ ഒരു കാൻസാർ കാസലോർ വരദരാജ മന്നാർ കാസലോർ ദേവരാജ് റായ്സർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ജീപ്പിന്റെ മുകളിലോട്ട്
കയറിയതാണ് ശരിക്കും പറഞ്ഞാൽ ഡൈനോസറിൻ്റെ ഒക്കെ പോലെ ഉണ്ട് ഇപ്പം കാണുമ്പോൾ. പക്ഷേ തിയേറ്റർ വെച്ചൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. തിയേറ്റർ വെച്ച് ശരിക്കും പറഞ്ഞാൽ പ്ലെയിൻ ആയിട്ടിരുന്ന് കാണുമായിരുന്നു. പിന്നീട് ഒരു കാര്യം പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഇൻട്രോ പുള്ളി മറ്റേ ആ ഒരു ടൈമിൽ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം അത് തിയേറ്ററിൽ എല്ലാവരും പുള്ളിയുടെ ഇൻട്രോ ടൈമിൽ എല്ലാവരും എഴുന്നേറ്റിരുന്നത് മീൻസ് അത്രത്തോളം ആഘോഷിച്ചൊരു സാധനമാണ്. എല്ലാവരും വിസിലടിച്ച് കൈയടിച്ച് കണ്ടൊരു സാധനമാണ്. പിന്നെ പൃഥ്വിരാജ് കാരണം ഒരു മലയാള ആക്ടറിന് തെലുങ്കിൽ പോയി കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജിന് സലാറിൽ കിട്ടിയേക്കുന്ന ഇൻട്രോ. അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് തിയേറ്ററിൽ വെച്ചൊരു ഇമ്പാക്ട് കിട്ടിയ സാധനമാണ് ഒരു പൃഥ്വിരാജിന് ഇൻട്രോ ടൈമിൽ. അതേപോലെ തന്നെ പ്രഭാസിന്റെ ദേവ എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കൽക്കിലെ ഭൈരവ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെക്കാട്ടിലും ദേവ എന്ന് പറഞ്ഞ ക്യാരക്ടറും പുള്ളിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. പിന്നെ സലാറിൽ വേറൊരു കാര്യമുണ്ട്. ഒരു സീനിൽ ഒരു കാട്ടരമ്മ ഫൈറ്റിൽ ആ ഒരു സീനിൽ ഒരു സീൻ മാത്രം ഒരു ചെറിയൊരു ഷോട്ട് മാത്രം കളർ ഗ്രേഡ് ചെയ്തിട്ടില്ല. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അതും ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോഴൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ പടം കണ്ടതിന് ശേഷമാണ് അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവം ഞാൻ കണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് സലാറിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എന്തായാലും സലാർ പാർട്ട് 2 ശൗര്യാങ്ക പർവ്വത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. എന്തായാലും 2027 ശേഷമൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അത് വരുമ്പോൾ എന്തായാലും ഉറപ്പായിട്ട് പോയി കാണും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ശരി.